Sir, please. മാർക്കോ എന്ന ഉണ്ണിമുകുന്ദൻ ചിത്രം ജനങ്ങൾ ഏറ്റെടുത്തു കഴിഞ്ഞു. മലയാള സിനിമാ പ്രേമികൾ ഏറെ നാളായി കാത്തിരുന്ന ഉണ്ണിമുകുന്ദൻ ചിത്രം മാർക്കോ തിയേറ്ററിൽ എത്തിയപ്പോൾ പ്രേക്ഷക പ്രതികരണം പോസിറ്റീവ് തന്നെയാണ്. ഉണ്ണിമുകുന്ദന്റെ കരിയർ ബെസ്റ്റ് സിനിമയാണ് മാർക്കോ എന്ന് പ്രേക്ഷകർ വിധി എഴുതി കഴിഞ്ഞു. ഇപ്പോഴത്തെ സിനിമ റിലീസ് ആയതിനു പിന്നാലെ പ്രതികരണവുമായി എത്തിയിരിക്കുകയാണ് ഉണ്ണിമുകുന്ദൻ. ഈ പ്രതികരണത്തിൽ താൻ ഏറ്റവും എക്സൈറ്റഡ് ആയി കാത്തിരിക്കുന്നത് മോഹൻലാലിന്റെ ബറോസ് ആണെന്നും പറയുകയാണ് ഉണ്ണിമുകുന്ദൻ. ഇതിന് വലിയ സ്വീകാര്യതയാണ് ഇപ്പോൾ പ്രേക്ഷകർക്കിടയിൽ നിന്നും ലഭിച്ചത്. മോഹൻലാലിന് ഒരു സാധാരണ ആക്ഷൻ ഫിലിം ഒക്കെ ചെയ്യാമായിരുന്നു. എന്നിട്ടും അദ്ദേഹം തെരഞ്ഞെടുത്തത് കുട്ടികൾക്ക് വേണ്ടിയുള്ള ഒരു ഫാന്റസി 3D ചിത്രമാണ്. 3D ചിത്രം ഒരുക്കുക അത്ര എളുപ്പമുള്ള കാര്യമല്ല. എന്നാൽ അദ്ദേഹം അതൊരുക്കി നമുക്ക് മുന്നിലേക്ക് എത്തിക്കുന്നു. അതേ വേളയിൽ തന്നെ എനിക്കും ഒരു സിനിമ ഇറക്കാൻ കഴിഞ്ഞു എന്നതൊക്കെയാണ് ഉണ്ണിമുകുന്ദൻ പറഞ്ഞത്. ബറോസിന് വേണ്ടി എക്സൈറ്റഡ് ആയി കാത്തിരിക്കുകയാണ് താനെന്നും മോഹൻലാലിന്റെ സ്പടികമൊക്കെ കണ്ടു തന്നെയാണ് തന്റെ ആക്ഷനൊക്കെ സിനിമയിലേക്ക് എത്തിയതെന്നും ഒക്കെ ഉണ്ണിമുകുന്ദൻ വ്യക്തമാക്കുന്നുണ്ട്. ഓഡിയൻസിന് എന്താണോ ഇഷ്ടം അത് തന്നെ ചെയ്യാനാണ് ആഗ്രഹമെന്ന് ഉണ്ണിമുകുന്ദൻ പറയുകയുണ്ടായി. ഫീൽ ഗുഡ് സിനിമകൾ ഇഷ്ടമാണ്. അതിനൊപ്പം തന്നെ മാസ് ആക്ഷൻ സിനിമകളും തനിക്ക് ഇഷ്ടമാണ്. വിചാരിച്ചതുപോലെ സിനിമ നന്നായി വന്നതിൽ വളരെ സന്തോഷമുണ്ടെന്നും ഉണ്ണിമുകുന്ദൻ പറഞ്ഞു. 30 കോടിയോളം രൂപയാണ് സിനിമയ്ക്ക് തങ്ങൾ മുടക്കിയതെന്നും ഉണ്ണിമുകുന്ദൻ പറയുന്നുണ്ട്. മാർക്കോ ഒരു ബെഞ്ച് മാർക്കാണ്. കൂടെ നിന്ന പ്രേക്ഷകർക്ക് നന്ദിയുണ്ട്. ജഗദീഷ് ചേട്ടൻ സിനിമയെപ്പറ്റി നേരത്തെ തന്നെ പറഞ്ഞിരുന്നു. എന്റെ പ്രേക്ഷകർ അമ്മമാരും അച്ഛന്മാരുമാണ്. അതുപോലെ യൂത്തും സിനിമ എൻജോയ് ചെയ്യുന്നു. ഇത് എന്റെ മാത്രം സിനിമയല്ല, എല്ലാവരുടെയും സിനിമയാണെന്നും ഉണ്ണിമുകുന്ദൻ കൂട്ടിച്ചേർത്തു. 5 വർഷങ്ങൾക്ക് ശേഷമാണ് ഒരു മുഴുനീള ആക്ഷൻ ചിത്രം ചെയ്യുന്നത്. സിനിമയുടെ രാജാവ് പ്രേക്ഷകനാണ്. അന്യഭാഷാ സിനിമകൾക്ക് യൂത്ത് പോയി കാണുന്ന ആ കോൺഫിഡൻസ് തന്നെയാണ് മാർക്കോയിലേക്ക് എത്തിയത്. ഉണ്ണിമുകുന്ദന്റെ വാക്കുകൾ അന്വർത്ഥമാക്കുന്ന രീതിയിൽ തന്നെയാണ് ചിത്രത്തിന്റെ കളക്ഷനും എത്തിയിരിക്കുന്നത്. ഉണ്ണിമുകുന്ദന്റെ ഏറ്റവും ബിഗ്ഗസ്റ്റ് ഡേ ആയി മാറുകയാണ് ഇന്നേ ദിവസം. കേരള ബോക്സ് ഓഫീസിൽ നിന്നും ഇതുവരെ 4 കോടിക്ക് മുകളിലുള്ള കളക്ഷനാണ് മാർക്കോ സ്വന്തമാക്കിയിരിക്കുന്നത്. ഇത് 5 കോടി മറികടക്കുമെന്നതിൽ യാതൊരു സംശയവുമില്ല. ഏതാണ്ട് 85% ഒക്യുപ്പൻസിയിലാണ് ഇപ്പോൾ എല്ലാ തിയേറ്ററുകളിലും മാർക്കോ പ്ലേ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഈവനിങ്ങും പ്ലസ് നൈറ്റ് ഷോയും ഒക്കെ ആവുമ്പോൾ ഈ കണക്കുകൾ വർദ്ധിക്കുക തന്നെ ചെയ്യും. 5-ന് മുകളിലൊക്കെ നോക്കിയാൽ മതി. ഉണ്ണിമുകുന്ദന്റെ കരിയർ ബെസ്റ്റ് കളക്ഷനാണ് ലഭിക്കാൻ പോകുന്നത്. ഏറ്റവും വലിയ കളക്ഷനിൽ ചെന്ന് മാർക്കോ അവസാനിക്കുമെന്നതിൽ സംശയമൊന്നുമില്ല. ഇതിന് തൊട്ടു പിന്നാലെ എത്താൻ പോകുന്നത് മോഹൻലാലിന്റെ ബറോസ് ആണ്. ബറോസിന് വേണ്ടിയുള്ള കാത്തിരിപ്പിലാണ് പ്രേക്ഷകരെല്ലാം, അതുപോലെ തന്നെ സിനിമാ ലോകവും. ബറോസിന് ശേഷം മറ്റൊരു സിനിമ സംവിധാനം ചെയ്യില്ലെന്ന് മോഹൻലാൽ തന്നെ പറയുകയാണ്. നിലവിൽ മറ്റൊരു സിനിമ സംവിധാനം ചെയ്യാൻ പ്ലാൻ ഇല്ല എന്നാണ് മോഹൻലാൽ പറയുന്നത്. സംവിധാനം എന്ന നിലയിൽ തനിക്ക് അവകാശവാദങ്ങൾ ഒന്നുമില്ലെങ്കിലും ഇങ്ങനെയൊരു 3D ചിത്രം അടുത്തൊന്നും ഒരു നടനും ചെയ്തിട്ടില്ലെന്നും മോഹൻലാൽ പറയുകയുണ്ടായി. ഇനി മറ്റൊരു സിനിമ ഞാൻ സംവിധാനം ചെയ്യുമോ എന്ന് ഉറപ്പില്ല. പക്ഷെ ഒരു കാര്യം പറയാം, കഴിഞ്ഞ 40 വർഷത്തിനിടയിൽ ഒരു നടനും ഇത്തരം ഒരു 3D സിനിമ ചെയ്തിട്ടില്ല എന്ന് കരുതി സംവിധായകൻ എന്ന നിലയിൽ എനിക്ക് അവകാശവാദങ്ങളൊന്നുമില്ല. സന്തോഷ് ശിവൻ, ആർട്ട് ഡയറക്ടർ അടക്കം ഒരുപാട് പേരുടെ കഴിവുകളുടെയും പ്രയത്നങ്ങളുടെയും സമന്വയസമാണ് ഈ ചിത്രം എന്നാണ് മോഹൻലാൽ പറഞ്ഞത്. ബറോസ് വളരെ സങ്കീർണമായ സാങ്കേതികത്വം ഉൾക്കൊള്ളുന്ന 3D സിനിമയാണ്. ഇതിന്റെ നിർമ്മിതിയിലും പ്രപഞ്ചശക്തികൾ എനിക്കൊപ്പം നിൽക്കണേ എന്നായിരുന്നു പ്രാർത്ഥന. എങ്ങനെ ഈ സിനിമ അവതരിപ്പിക്കണം, ഇതിന്റെ ഫൈനൽ പ്രൊഡക്റ്റ് എങ്ങനെ വരും എന്നെല്ലാമുള്ള ആശങ്ക ഉണ്ടായിരുന്നു. പക്ഷേ അതാത് സമയത്തിൽ അതിന് അനുസരിച്ചുള്ള ആശയങ്ങൾ മനസ്സിലേക്ക് വന്നു. ഒന്നാമത്, ഈ സിനിമ മറ്റൊരു സിനിമയുമായും താരതമ്യപ്പെടുത്താനാവില്ല. ആ വിധത്തിൽ മൗലികമായ ഒന്നിനു വേണ്ടിയാണ് ശ്രമിച്ചത്. ബോധപൂർവം മറ്റൊരു സിനിമയുടെയും ദൃശ്യങ്ങൾ അനുകരിക്കാൻ ശ്രമിച്ചിട്ടില്ല. രണ്ടാമത്, ബറോസിന്റെ കഥയും ഭൂമിശാസ്ത്രവും ഛായാഗ്രഹണ രീതിയുമെല്ലാം ഇതിനുവേണ്ടി മാത്രം രൂപകൽപ്പന ചെയ്യപ്പെട്ട ഒന്നാണ്. അതിനെ മറ്റൊരിടത്തു നിന്നും പകർത്തുക സാധ്യമല്ല എന്ന് മോഹൻലാൽ വ്യക്തമാക്കി. ഡിസംബർ 25-ന് നമുക്ക് മുന്നിലേക്ക് ബറോസ് എന്ന 3D ചിത്രം എത്തുകയാണ്. 3Dയിൽ മാത്രമാണ് ഈ ചിത്രം നമുക്ക് മുന്നിലേക്ക് എത്തുന്നതും.